ഈ വഴിയുടെ ആരംഭം എന്ന് പറയുന്നത് 94 മുതൽ 2000 വരെയാണ് ഇവിടെ ഈ വർക്ക് ചെയ്ത് വഴി വീതി കൂട്ടിയിട്ടുള്ളത്. വീതി കൂട്ടി എല്ലാ ആളുകളും സഹകരിച്ച് ഈ റോഡ് പണിതതാണ്. ഇതിനിടയ്ക്ക് ചില കക്ഷികൾ വന്ന് ഇവിടെ വിലയ്ക്ക് വാങ്ങുകയും മറ്റും ചെയ്തതിന് ശേഷം എൻ്റെ വഴിയാണ് ഇത്രയേ ഉള്ളൂ വീതി എന്ന് പറഞ്ഞുകൊണ്ട് തർക്കങ്ങൾ ഉന്നയിക്കുകയും സാധാരണക്കാരും പാവപ്പെട്ടവരും കശുവണ്ടി തൊഴിലാളികളും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവരെ നിത്യമായി ഹരാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഹരാസിന് വിരാമമിടുന്നതിന് വേണ്ടി ആദ്യം ഞാൻ മെമ്പറായിരുന്ന 95 മുതൽ 2000 വരെയും 11 മുതൽ 16 വരെയും ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായ ആക്ടിംഗ് പ്രസിഡൻ്റായും 2 തവണയും ഇരുന്നിട്ടുണ്ട്. ആ കാലയളവിലൊന്നും ഉണ്ടാകാത്ത സംഭവം ഇപ്പോഴുണ്ടായിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലെന്ന് വ്യക്തമായി അറിയാൻ വയ്യ. ഡിപ്പാർട്ട്മെൻറ്റ് കൈവഴിയുന്ന കണക്ക് സംസാരിക്കുന്നു. അന്നേരം അതിന് എന്താണെന്ന് പഞ്ചായത്തിൻ്റെ റോഡ് ബില്ല് മാറിയ 3 ബില്ലുകൾ ഈ റോഡിന് മാറിയിട്ടുണ്ട്. ഇത് കള്ളിക്കാട് തയ്ക്കാവിലേക്ക് പോകുന്ന വഴിയാണ്, പണയിൽ റോഡ്. നമ്മൾ ഈ റോഡിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ നിരന്തരം പഞ്ചായത്തിലായാലും മെമ്പറത്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, ഈ അപ്പുറത്തെ റോഡ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇവിടെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കാലം മാറി. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇടപെട്ട് ഈ റോഡ് വെട്ടയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 2021 ആണ് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ ഈ സൈനുൽ ആബ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ റോഡ് പഞ്ചായത്ത് കയ്യേറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത്. പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഇവിടെ വന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇവിടെ ഉപരോധിച്ച് വെച്ചിരുന്നു. പോലീസ് വന്നാണ് മോചിപ്പിച്ചുകൊണ്ട് പോയത്. പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് നിരവധി പ്രാവശ്യം ഞങ്ങൾ പോയി. ആ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് എനിക്ക് കോടതിയിൽ നിന്ന് ഒരു സമൻസും വന്നിട്ടില്ലെന്നാണ്. ഒന്നാമത്തെ പ്രതിയായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഓഫീസർ BDO ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് അദ്ദേഹത്തിനും കോടതിയിൽ നിന്ന് പേപ്പറുകൾ വരുന്നില്ല എന്ന്. ഈ മാർച്ച് 4-ാം തീയതി വരെ, അതായത് 2021 കൊടുത്ത കേസ് 21, 22, 23, 24, ഈ 24 മാർച്ച് 4-ാം തീയതിയും ഈ കേസ് വിളിച്ചിട്ടുണ്ട്. 22-ാം തീയതിയിലേക്ക് കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് കോടതിയിൽ നിന്ന് കാണുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും ഈ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറും അതേപോലെ മറ്റാരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ട് ഈ കേസ് തീർപ്പാക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ തീരാ ദുഃഖത്തിലാക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1.5 മുറ വൃക്ക ഡയാലിസിസ് ചെയ്യുന്ന രോഗിയുണ്ട്, ക്യാൻസർ രോഗിയുണ്ട്, വളരെ വൃദ്ധരായ ആൾക്കാരുണ്ട്. ഇവരെല്ലാം 1970 കാലഘട്ടങ്ങളിലെ റീസർവേ പ്രകാരമുള്ള റോഡ്, ഇവിടെ ടാറിങ്ങും റീടാറിങ്ങും നടന്നിട്ടുള്ള റോഡ്, ആ ടാറിങ്ങിൻ്റെ ഭാഗം കയ്യേറി വെച്ചിട്ടാണ്, ഇത് ടാറിട്ട ഭാഗമാണ്, ഈ ഭാഗം കയ്യേറി വെച്ചിട്ടാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇവിടെ സർവേ നടത്താൻ വന്ന ഉദ്യോഗസ്ഥയെ ചീത്ത വിളിച്ച് ആട്ടിപ്പായച്ച് വിട്ടിട്ട് സ്വന്തമായിട്ട് കല്ല് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്, ഇവിടെ ആ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതും ചെയ്ത് ഒരു സാമൂഹ്യ വിരുദ്ധമായ ഒരു പ്രവർത്തനം ഈ നാട്ടിൽ അരങ്ങേറിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട മെമ്പറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ കണ്ണു തുറന്ന് ഇത് കാണണം എന്നാണ് പറയാനുള്ളത്. Be a Rajakumari Gold and Diamonds, the trust of Travancore. Rajakumari.